നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ നിങ്ങൾ ചില സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ സ്റ്റാഫിനെ എന്തുകൊണ്ട് എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ വേണം. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വേണം. മാത്രമല്ല ആ സ്റ്റാഫിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ ഒരു ധാരണ വേണം. ഇതിലുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് നിങ്ങൾ ഒരു സ്റ്റാഫിനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്റ്റാഫ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷന് എത്രമാത്രം ആപ്റ്റ് ആണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത് നമുക്ക് പറ്റിയ ചില ആളുകളെ വിളിച്ചെടുത്തുകൊണ്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരെ ഏത് പൊസിഷനിലേക്കാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണ് അവരെ വെക്കാൻ കഴിയുക എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുവാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്റ്റാഫ് ഹയർ ചെയ്യുന്നതിന് മുമ്പാണ് ആ പൊസിഷനിലേക്ക് എങ്ങനെയുള്ള ആളാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള, അതിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് യോജിക്കുന്ന സ്റ്റാഫുകൾ അവിടെ അലൈൻ ചെയ്തു വരുമെന്നാണ് സത്യം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ സ്റ്റാഫിൻ്റെ സേവനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് അനുകൂലമായ വൈബ്രേഷനുള്ള സ്റ്റാഫിനെ വളരെ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാനും കഴിയും.